നമ്മളെ മേഘമലയിലേക്ക് പോവുകയാണ്. കുമളിക്ക് സമീപം തേനി ജില്ലയിലെ പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് മേഘമലൈ. ഏലത്തോട്ടങ്ങളും തേയിലത്തോട്ടങ്ങളും കൊണ്ട് സമ്പന്നമായ ഈ സ്ഥലം സമുദ്രനിരപ്പിൽ നിന്നും 1500 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. പെരിയാർ ടൈഗർ റിസർവിന് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് മേഘമല. ഒരിക്കൽ പെരിയാർ ടൈഗർ റിസർവിൽ നിന്നും അരിക്കൊമ്പൻ ഈ പ്രദേശത്ത് ഇറങ്ങിയിരുന്നു. 2021 ഏപ്രിൽ 6 തമിഴ്നാട്ടിൽ പുതിയ ടൈഗർ റിസർവ് സൃഷ്ടിക്കാൻ ഇന്ത്യ ഗവൺമെൻറ് അംഗീകാരം നൽകിയിരുന്നു. അങ്ങനെ 2021 ഏപ്രിൽ 11 മേഘമലയും ടൈഗർ റിസർവായി മാറി. തമിഴ്നാട്ടിലെ 5ാമത്തെ ടൈഗർ റിസർവായി മാറിയിരിക്കുകയാണ് മേഘമല. കടുവ സംരക്ഷണ മേഖലയായ മേഘമല ശ്രീവില്ലി പുത്തൂർ കടുവ സംരക്ഷണ മേഖല എന്നും അറിയപ്പെടും. പെരിയാർ ടൈഗർ റിസർവിന് ചേർന്ന് കിടക്കുന്ന സ്ഥലം കൂടി ആയതുകൊണ്ടാണ് മേഘമലയും കടുവ സംരക്ഷണ മേഖലയായി മാറിയത്. കേരളത്തിൽ നിന്ന് ഇവിടേക്ക് വരുന്നവർക്ക് കുമളി വഴി തേനിയിലെത്തി തേനിയിൽ നിന്നും ചിന്നമന്നൂർ വഴി ഇവിടേക്ക് വരാവുന്നതാണ്. മേഘമലയിൽ എത്തുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രാവിലെ 6 മണിക്ക് ശേഷമാണ് ഇവിടേക്ക് പ്രവേശനമുള്ളത്. അതുപോലെ വൈകുന്നേരം 5 മണിക്ക് ശേഷവും ഇവിടേക്ക് പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല. ഇവിടെ സ്റ്റേ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ മുൻകൂട്ടി ഇവിടെ റൂം ബുക്ക് ചെയ്യും. ഇപ്പം നമ്മൾ വൈകുന്നേരത്താണ്, ഒരു 5 മണിക്ക് മുമ്പാണ് നമ്മളിവിടെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ കൂട്ടി ബുക്ക് ചെയ്തിരിക്കണം. അപ്പോൾ ഈ നമ്മുടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, താഴെയായിട്ട് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് തന്നെ ചിലപ്പോൾ ഇതിന് മുകളിൽ റൂം കൊടുക്കുന്ന ആൾക്കാർ കാണും, അവരുമായിട്ട് ബന്ധപ്പെടാം. അല്ലെങ്കിൽ ഓൺലൈനിൽ നമുക്ക് നോക്കാം. പഞ്ചായത്തിൻ്റെ ഗസ്റ്റ് ഹൗസുകളുണ്ട്, അതുപോലെ തന്നെ ഫോറസ്റ്റിൻ്റെ ഗസ്റ്റ് ഹൗസുകളുണ്ട്. അല്ലാതെ ഇവിടുത്തെ ആൾക്കാർ, ഇവിടുത്തെ ജനങ്ങൾ കുറച്ച് പേര് ഇവിടെ അല്ലാതെ ഹോം സ്റ്റേ നടത്തുന്നവരുണ്ട്. അപ്പോൾ അവരിൽ നിന്ന് നമുക്ക് റൂമുകൾ എടുക്കാം. പഞ്ചായത്തിൻ്റെ ഹോം സ്റ്റേകൾക്ക് വാടക കുറവായിരിക്കും. പക്ഷേ അല്ലാതുള്ള ഹോം സ്റ്റേയും അത്യാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ല. അത് നിങ്ങൾ നോക്കിയെടുത്ത് നിങ്ങൾക്കിവിടെ സ്റ്റേ ചെയ്യാം. സ്റ്റേ ചെയ്ത് ഒരുപാട് കാണാനുണ്ട് ഇവിടെ. മേഘമല എന്ന മേഘാവൃതമായ സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സ്ഥലത്തെ മേഘമലൈ എന്ന് അറിയപ്പെടുന്നത്. ഈ പ്രദേശം ലഹരി വിമുക്ത പ്രദേശം കൂടിയാണ്. ഇവിടേക്ക് വരുന്ന ടൂറിസ്റ്റുകൾ ഒരു കാരണവശാലും ലഹരി വസ്തുക്കൾ ഇവിടെ കൊണ്ടുവരാതിരിക്കുക. മദ്യം അതുപോലുള്ള ലഹരി വസ്തുക്കൾ ഇവിടെ അലോഡല്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്റ്റേ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ കഴിയും. സത്യത്തിൽ നല്ലൊരു വനമേഖലയ്ക്ക് ഉള്ളിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരുപാട് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലം കൂടിയാണ് മേഘമല. മണലാര് അണക്കെട്ട്, ഹൈവേ വീസ് അണക്കെട്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട അണക്കെട്ടുകളാണ്. വലിയൊരു പർവ്വത നിരയായ മേഘമല, നമുക്ക് അതിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ ഒരുപാട് ഹെയർ പിന്നുകൾ കയറിയാണ് നമ്മൾ അവിടെ എത്തുന്നത്. നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ആനകളുടെ ക്രോസിങ് ഏരിയകളുണ്ട്.
ജൂൺ ജൂലൈ മാസങ്ങളിൽ മേഘമലയിലേക്കുള്ള യാത്ര അസാധ്യമായിരിക്കും. ഈ കാണുന്നത് മേഘമലയിലെ ഡാമുകളുടെ വൃഷ്ടിപ്രദേശമാണ്. ഒരു തടാകം പോലെ നമുക്ക് കാണാൻ കഴിയും. ഇത് കാണുമ്പോഴാണ് കൊടൈക്കനാലിൽ കുന്നിന് മുകളിലെ തടാകത്തെക്കുറിച്ച് നമുക്ക് ഓർമ്മ വരുന്നത്. ரோடு 4 கிலோமீட்டர் அதுக்கு எப்படி சொல்லி ஒரு 1 வீக்கான ரோடு வந்து வேலை பார்த்துட்டு இருக்காங்க. மங்களதேவி நீங்க அங்கிருந்து பார்த்தா அந்த மொட்டை மட்டும் தெரியும். அந்த வீட்டுல இருந்து பார்த்தா அந்த കാടിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന വർഷത്തിലും ഒരിക്കൽ മാത്രം തുറക്കുന്ന മംഗളാദേവി ക്ഷേത്രത്തിനെ കുറിച്ച് സ്കൈ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ ചെയ്തു. അതിൽ ഞങ്ങൾ പറയുകയുണ്ടായി ആ കാണുന്ന മേഘമലയാണ്. ഇപ്പോൾ മേഘമലയിൽ നമ്മൾ വന്നതിന് ശേഷം ആ കാണുന്ന ഭാഗം മംഗളാദേവി ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗമാണ്. അന്ന് മംഗളാദേവി ക്ഷേത്രത്തിൽ നിന്നും ഞങ്ങൾ മേഘമല നിങ്ങൾ കാണിച്ചു. അതുപോലെ ഇപ്പോൾ മേഘമലയിൽ നിന്നും മംഗളാദേവി ക്ഷേത്രത്തിൻ്റെ ഭാഗം നമുക്ക് കാണാൻ കഴിയും. മംഗളാദേവി ക്ഷേത്രത്തിൻ്റെ വനമേഖലയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മംഗളാദേവി ക്ഷേത്രത്തിൻ്റെ വീഡിയോസ് സ്കൈ യൂട്യൂബിലുണ്ട്, നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ വരികയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ മേഘമലയിൽ വരേണ്ടതാണ്. തമിഴ്നാടിൻ്റെ മറ്റൊരു ഊട്ടി എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. അത്രയ്ക്കും മഞ്ഞും തണുപ്പുമേറുന്ന ഒരു പ്രദേശം കൂടിയാണ് മേഘമല. എടുത്തു പറയേണ്ടത് വലിയ ബഹളങ്ങളൊന്നുമില്ലാതെ അധികം ജനത്തിരക്കില്ലാതെ നമുക്ക് നല്ലതുപോലെ ആസ്വദിക്കാൻ പറ്റുന്നൊരു സ്ഥലം കൂടിയാണ് മേഘമല. തടാകങ്ങൾ, മലനിരകൾ, ഡാമുകൾ, വന്യജീവികൾ, തേയിലത്തോട്ടങ്ങൾ, കാപ്പിത്തോട്ടങ്ങൾ എന്നിങ്ങനെ വളരെ മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് മേഘമല.